ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പ. വിദേശികൾ ഉൾപ്പെടെ 3500 പ്രതിനിധികൾ 3 വേദികളിലായി നടക്കുന്ന സംഗമത്തിൽ പങ്കെടുക്കും. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി സംഗമം ഉദ്ഘാടനം ചെയ്യും. പമ്പ മണൽപ്പുറത്തെ പ്രധാന വേദിക്ക് പുറമെ ഹിൽ ടോപ്പിലും ശ്രീരാമസാകേതം ഓഡിറ്റോറിയത്തിലുമായാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാൻ, പിൽഗ്രിം ടൂറിസം വികസനം, തീർത്ഥാടന കാലയളവിലെ തിരക്ക് നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ ഉദ്ഘാടന ചടങ്ങിനു ശേഷം സെമിനാറുകൾ നടക്കും. ചർച്ചയിലൂടെ ഉയരുന്ന ആശയങ്ങൾ നടപ്പാക്കാൻ പ്രത്യേകം കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ഈ 3 സെഷനുകളിൽ കഴിഞ്ഞ് പൊതുവായി ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് വിദഗ്ധന്മാർ ഉൾപ്പെടുന്ന ആ കമ്മിറ്റി ഭാവിയിൽ വന്നിട്ടുള്ള ഈ നിർദ്ദേശങ്ങളും ചർച്ചകൾ കൂടി തുടിതിരിക്കുന്ന ആശയങ്ങളും ക്രോഡീകരിച്ച് ഭാവിയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും. അയ്യപ്പ സംഗമം ശബരിമല ദർശനത്തെ ബാധിക്കില്ലെന്നും തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്താമെന്നും മന്ത്രി വ്യക്തമാക്കി. സെമിനാറുകൾക്ക് പുറമെ പിന്നണി ഗായകൻ വിജയ് യേശുദാസിന്റെ സംഗീത പരിപാടിയും നടക്കും. തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാർ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാകും. 20 വൈകിട്ട് 5 മണിയോടെ അയ്യപ്പ സംഗമം അവസാനിക്കും. രാജ്യത്താദ്യമായാണ് ഒരു തീർത്ഥാടന കേന്ദ്രം അതിന്റെ തുടർ വികസന പദ്ധതികൾ ആരായുന്നതിനായി തീർത്ഥാടകരുടെ സംഗമം വിളിച്ചു ചേർക്കുന്നത്. ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ പ്രഥമ പദ്ധതിയുടെ തുടക്കമാണ് അയ്യപ്പ സംഗമത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ഈ സംഗമം നാളെ ഒരു വലിയ ചർച്ചയാവുകയും അതുവഴി ശബരിമലയുടെ വികസനം സാധ്യമാവുകയും ചെയ്യുമെന്നാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പ്രതീക്ഷ. പമ്പയിൽ നിന്നും സിജോ സുധാകരനൊപ്പം നന്ദുഷ S, മീഡിയ 1, പത്തനംതിട്ട.